തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. സങ്കീർത്തനങ്ങളുടെ ആമുഖം നാം കണ്ടു. 51-ാം സങ്കീർത്തനം നാം വായിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. സങ്കീർത്തനം 51 സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്ന് വിളിക്കുന്നു എന്ന് നാം പറഞ്ഞു. അതുപോലെ ഒട്ടും നമ്മുടെ അനുദിന ജീവിതത്തിൽ അപ്രധാനമല്ലാത്ത ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. 6 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് വായിക്കുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ണും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള പ്രമേയം മറ്റ് പല വേദഭാഗങ്ങളിലും വരുന്നുണ്ട്. ഉദാഹരണമായി സങ്കീർത്തനം 100 വാക്യം 3, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാണ്. യെശയ്യാ 40:11, ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിലെടുത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നടത്തുന്നു. എസെക്കിയേൽ 34 വാക്യം 15, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-14 വാക്യങ്ങൾ. അവിടെ യേശു അവകാശപ്പെടുന്നു, ഞാൻ നല്ല ഇടയനാണ്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുടർന്നു വരുന്ന ഒരാശയമാണ് കർത്താവ് ഇടയനാകുന്നു എന്നുള്ളത്. നമുക്കറിയാം, ദാവീദ് ഇടയപ്പണി ചെയ്ത ആളാണ്. അതുപോലെ അവൻ്റെ സഹോദരന്മാർ. കർത്താവിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ ജസ്സയുടെ വീട്ടിൽ വന്ന് ഒരു ഫാഷൻ പരേഡ് പോലെ 7 മക്കളെ നിരത്തി നിർത്തുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ഇവരാരുമല്ല ഭാവിയിൽ വരാനുള്ള രാജാവ്. ദൈവം ചോദിക്കുന്നു, നിനക്ക് എല്ലാ മക്കളും ഇവിടെ പ്രസൻ്റാണോ? അപ്പോൾ ജസ്സേ പറയുന്നു, ഏറ്റവും അവസാനത്തവൻ ആടുകളെ മേയിച്ച് വയലിലാണ്. അവനെ വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ
അവനെ വിളിച്ചുകൊണ്ട് വന്ന് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് സന്തോഷ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ഇടയപ്പണി ചെയ്തിരുന്നതിൻ്റെ നടുവിൽ വെച്ചാണ് ദാവീദ് രാജാവായിട്ട് ഉയർത്തപ്പെടുന്നത്. യഹോവ കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്നുള്ള സങ്കീർത്തനം നമുക്ക് പലർക്കും മനഃപ്പാഠം അറിയാവുന്നതാണ്. അത് നമ്മുടെ ബാല്യകാലത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ കുർബാനയിലും കുർബാനയുടെ അവസാന ഭാഗത്ത് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനം കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് ടെക്സ്റ്റ് ഓഫ് ദ സാൾട്ടർ എന്ന് സബൂറിൻ എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ഓതർ പറയുന്നു. പേൾ ഓഫ് ദ സാൾട്ടർ in which piety and poesy is equal and sweetness and spirituality are insuperable. ഇതും ഓരോ പണ്ഡിതരുടെ അഭിപ്രായമാണ്. പേൾ ഓഫ് ദ സാൾട്ടർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമകൾ, ഇമേജറീസ് വെച്ച് നമുക്കതിനെ തരംതിരിക്കാം. അതിൻ്റെ സാഹിത്യ രൂപം അനുസരിച്ച് ഇതൊരു സാം ഓഫ് കോൺഫിഡൻസ്, പ്രത്യാശയുടെ കീർത്തനമാണ്. അതേസമയം തന്നെ ഇത് ദൈവാലയത്തിലേക്കുള്ള പ്രദക്ഷിണത്തിൻ്റെ പിൽഗ്രിമേജ് സോങ് കൂടിയാണ്. അങ്ങനെ നമ്മൾ ആ രണ്ട് പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഇത് പ്രത്യാശയുടെയും അതുപോലെ തന്നെ ദൈവാലയത്തിലേക്കുള്ള തീർത്ഥാടന സങ്കീർത്തനം, കരേറ്റത്തിൻ്റെ സങ്കീർത്തനം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, അതിൻ്റെ സിംബോളിക് സ്ട്രക്ചർ, ഒന്നും രണ്ടും വാക്യം, അതിൻ്റെ പ്രധാനപ്പെട്ട തീം ഷെപ്പേർഡ് എന്നുള്ളതാണ്. ഒരിടയൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നാണ് അവിടെ പറയുന്നത്. 3ഉം 4ഉം വാക്യങ്ങൾ അതിൻ്റെ ഘടന നോക്കിയാൽ ദൈവം കൂടെ നടക്കുന്ന ഒരു ഫെലോ ട്രാവലർ, സഹയാത്രികൻ ആയിട്ട് സങ്കല്പിക്കും. 5ഉം 6ഉം വാക്യങ്ങൾ ദൈവം ഒരു ആതിഥേയൻ, തൻ്റെ അതിഥികളെ സമർത്ഥമായി സൽക്കരിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ ഒന്ന്, ഈ പഴയ കാലങ്ങളിൽ ചക്രവർത്തിമാരെക്കുറിച്ച്, രാജാക്കന്മാരെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് ബെനവോളൻറ്റ് പാസ്റ്റർ. അപ്പോൾ ബെനവോളൻറ്റ് പാസ്റ്റർ എന്ന ഒരു രാജാവിനെ വിളിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ആടിനെ മേയിച്ചിട്ടുള്ളവർക്കറിയാം, ആട് ഒരു ഭീരുവായ ജന്തുവാണ്, വളരെ ബലഹീനമായ ഒരു മൃഗമാണ്. അതിന് എപ്പോഴും കൂട്ടുവേണം, എപ്പോഴും ഇടയൻ്റെ സ്വരം കേൾക്കണം. അതുകൊണ്ടാണ് ഇടയന്മാരെപ്പോഴും എന്തെങ്കിലും പാട്ട് പാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കും. ആ ശബ്ദം കേൾക്കുന്നിടത്തോളം സമയം ആടുകൾക്കറിയാം ഇടയൻ ഉണ്ട്, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഇടയനാണ് എവിടെയാണ് തീറ്റ. ഒരു ദിവസം 100 കണക്കിന് ആടുകളെ ഒരു സ്ഥലത്തേക്ക് വിട്ടാൽ മണിക്കൂറുകൾ കൊണ്ട് പച്ച നാമ്പുകളൊക്കെ കടിച്ചു തീർക്കും. അടുത്ത ദിവസം എവിടെ പോകും എന്നുള്ളത് ഇടയനാണ് തീരുമാനിക്കുക. ഇടയൻ എപ്പോഴും മുമ്പേയാണ് നടക്കുക. ഇടയൻ തൻ്റെ ആടുകൾക്ക് മുമ്പേ പോകുന്നു. അതുപോലെ ഈ ഇടയൻ വിശുദ്ധ യോഹന്നാൻ്റെ 10-ാം സുവിശേഷത്തിലെ യേശുവിൻ്റെ അവകാശം അനുസരിച്ച് ഈ ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നു, അവയെ പേര് ചൊല്ലി വിളിക്കുന്നു.
അതവിടെ ഒരു പേഴ്സണൽ റിലേഷനാണ്. ഒരാടിൻ്റെ ആവശ്യം എന്താണ്? തീറ്റ മാത്രമല്ല, അതിൻ്റെ സുരക്ഷിതത്വം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ വലിയ അരുവികൾ കടക്കുമ്പോൾ ആദ്യം കടക്കുന്നത് ഇടയനാണ്. ഇടയൻ 2 വടികൾ സൂക്ഷിക്കുന്നു. ഒന്ന് നീണ്ട ഒരു വളഞ്ഞ വടി, വേറൊന്ന് ഒരു കുറുവടി അരയിൽ തൂക്കി. നീണ്ട വടി എന്തിനാണ് എന്ന് ചോദിച്ചാൽ, വേനൽക്കാലങ്ങളിൽ മണ്ണിൽ പുല്ല് കിളുക്കാത്തപ്പോൾ പിന്നെ ഏക ആശ്രയം മരങ്ങളുടെ കമ്പുകൾ ചായ്ച്ച് ആടുകൾക്ക് തിന്നാൻ പരുവത്തിൽ ചായ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒടിച്ചോ വെട്ടിയോ കൊടുക്കില്ല, കാരണം അങ്ങനെ ആയാൽ മരങ്ങൾ നശിക്കും. പിന്നെ ഒരു പ്രാവശ്യം കൂടി അവിടെ വരാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇടയൻ്റെ വളഞ്ഞ വലിയ വടി, നീളമുള്ള വടി, അതൊരു ഊന്നുവടിയായിരുന്നു. കാരണം വളരെ ദുർഘടമായ വഴികളിലൂടെ ഇടയൻ നടക്കുമ്പോൾ കുത്തിക്കൊണ്ടാണ് നടന്നിരുന്നത്. അരുവികൾ കടക്കുമ്പോൾ വെള്ളത്തിന് എത്ര ആഴമുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ ആടുകളെ അദ്ദേഹം നയിച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ ആടുകളുടെ ദേഹത്ത് അതിൻ്റെ ധാരാളമായ രോമത്തിനിടയിൽ വെള്ളം കയറി അതിൻ്റെ ഭാരം കൂടിയാവുമ്പോൾ ആടുകൾ ഒലിച്ചു പോകും. അപ്പോൾ അതിന് ത്രിവിധമായ വളരെയധികം അർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങളുണ്ടായി. അതുപോലെ കുറുവടി ഉപയോഗിച്ചിരുന്ന കൂടുതൽ കള്ളന്മാർ ആടുകളെ മോഷ്ടിക്കും. ചെന്നായ്ക്കൾ വരും, സിംഹം വരും. അപ്പോൾ അവയെ ചെറുത്ത് നിർത്തുന്നതിനും വേണ്ടി വന്നാൽ തല്ലുകൊടുത്ത് ഓടിക്കുന്നതിനും ഒക്കെ കുറുവടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയൻ കൂടെയുണ്ട്, ഇടയൻ്റെ വടി കൂടെയുണ്ട്. ഇടയൻ്റെ ശബ്ദം കേട്ട് അദ്ദേഹത്തെ അനുഗമിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ഒരു സമ്പൂർണമായ ആശ്രയമാണ്. ആടുകൾക്ക് സ്വമേധയാ വഴി കണ്ടുപിടിക്കാനോ സ്വമേധയാ തീറ്റ കണ്ടെത്താനോ സ്വമേധയാ കുടിവെള്ളം അന്വേഷിച്ച് പോകാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് പരിപൂർണമായ ആശ്രയത്തിൻ്റെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, അക്കാരണത്താൽ എനിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. കുറവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കുറവുമില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം കുറവുകളുണ്ട്. പക്ഷേ ഇടയൻ എപ്പോഴും അന്വേഷിക്കുന്നത് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. വാരിക്കോരി കൊടുക്കാനല്ല. ഓരോ ആടിൻ്റെയും ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, ഇവിടെ നമ്മൾ വായിച്ചു, കുഞ്ഞാടുകൾക്കൊരു പരീക്ഷ, പെണ്ണാടുകൾക്ക്, ഗർഭിണിയായ ആടുകൾക്ക്, കൊഴുത്ത ആടുകൾക്ക്, എല്ലാത്തിനും വ്യത്യസ്തമായ പരിഗണനയാണ്. കുഞ്ഞാടുകളെ തോളിൽ വെച്ച് മാറോടണച്ച് ആണ് ഇടയൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ആടിൻ്റെയും ആവശ്യം, കുഞ്ഞാടിൻ്റെ ആവശ്യമല്ല തള്ളയാടിൻ്റെ ആവശ്യം. തള്ളയാടിനെ സാവധാനം വഴി നടത്തും, അതിനെ അടിച്ചോടിക്കാൻ പറ്റില്ല. കാരണം ഗർഭിണിയായിരിക്കുന്ന ഒരാടിനെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ചിന്തിക്കുക. അപ്പോൾ ഇടയന് ഓരോ ആടിൻ്റെയും അവസ്ഥ അറിയാം, അതിൻ്റെ പേരറിയാം. അപ്പോൾ അത് വളരെ ഇൻറ്റിമേറ്റ് നോളജാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു, അദ്ദേഹം ഇടയന്മാരുടെ ജീവിത രീതി കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് പലസ്തീനായിൽ. ഇടയൻ വൈകുന്നേരം ആലയിലേക്ക് കൂടുകളെ കയറ്റുമ്പോൾ അദ്ദേഹം ഓരോ ആടിനെയും ഒന്ന് ദേഹത്ത് തലോടി അതിൻ്റെ അവസ്ഥ നോക്കിയിട്ട്, അതുപോലെ തന്നെ അതിനെ ആലയിൽ നിറക്കുമ്പോഴും ഓരോ ആടിനെയും തലോടി അതിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ആടിൻ്റെ ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരിടയൻ. അപ്പോൾ ഇടയ ജീവിതം എന്താണ്? ഇടയന് രാത്രിയും പകലും എന്നില്ല, സർവ്വസമയം
ഉണർന്നിരിക്കുന്ന ഒരാളായിട്ടാണ് സങ്കീർത്തനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 91 നമ്മളെല്ലാ സന്ധ്യാപ്രാർത്ഥനയിലും സൂത്താറ പ്രാർത്ഥനയും ചേർത്ത് ചൊല്ലുന്നതാണ്. ഇസ്രായേലിൻ്റെ ഇടയൻ ഉറങ്ങുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യുന്നില്ല, അവനെപ്പോഴും ജാഗ്രതയുള്ളവനാണ്. കാരണം പകല് ചൂടും അധ്വാനവും എല്ലാം, രാത്രിയിലും അവന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. കള്ളന്മാരോ അല്ലെങ്കിൽ ചെന്നായ്ക്കളോ ഒക്കെ വന്ന് ആടുകളെ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിരന്തര ജാഗ്രതയുള്ള ഇസ്രായേലിൻ്റെ ഇടയൻ, അങ്ങനെയാണ് ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രീകരണം അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ സഹയാത്രികൻ എന്നുള്ള ഫെലോ ട്രാവലർ. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, കർത്താവ് ജീവിച്ച കഫർനഹൂമിൽ നിന്ന് ജെറുസലേമിലെത്താൻ ഹൈവേയിൽ കൂടി വന്നാൽ 220 കിലോമീറ്റർ. പണ്ട് കാലത്ത് ഇങ്ങനെ നേരെയുള്ള ഹൈവേസ് ഒന്നുമില്ല, മലകളും താഴ്വരകളും ഒക്കെ താണ്ടി വളരെ അപകടം പിടിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ശബരിമല അയ്യപ്പന്മാർ ശബരിമല മല കയറുമ്പോൾ കൂട്ടമായിട്ടാണ് കയറുക. കാരണം ആ വഴിയിലൊക്കെ വനത്തിൽ വന്യമൃഗങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പാട്ടുപാടിയും ശരണം വിളിച്ചും ബഹളമുണ്ടാക്കിയും നൂറുകണക്കിന് ആൾക്കാർ ഒരുമിച്ച് ആണ് പോവുക. ഇത് തന്നെയായിരുന്നു പണ്ടത്തെ പലസ്തീനയിലെ സ്ഥിതിയും. വലിയ കൂട്ടങ്ങൾ ഒരുമിച്ചാണ്, പ്രത്യേകിച്ച് പകല് അതിഭയങ്കരമായ ചൂടായതുകൊണ്ട് കൂടുതലും യാത്രികർ നടന്നിരുന്നത് രാത്രിയിലാണ്. നിങ്ങൾക്കറിയാം, അറേബ്യൻ നാടുകളിൽ നിന്നും ഒട്ടകക്കൂട്ടങ്ങൾ ഇന്ത്യയിലെത്തി സാധനങ്ങളുമായിട്ട് തിരിച്ച് അവർ നടക്കുമായിരുന്നു. ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയെല്ലാം രാത്രിയിൽ കഥകൾ പറഞ്ഞും ഇങ്ങനെ പഴമൊഴി ചൊല്ലിയും ഒക്കെ ഉറക്കം വരാതെ ഈ ഒട്ടകത്തിൻ്റെ മുകളിലോ താഴെയൊക്കെ ഇരുന്ന് മനുഷ്യർ യാത്ര ചെയ്ത്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ അപകടം പിടിച്ച വഴിയിൽ ശക്തനായ ഒരാൾ കൂടെയുണ്ട്, അവൻ്റെ വടിയും ദണ്ണും എന്നെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോൾ ഈ കൂടെ നടക്കുന്ന ആൾ ഈസ് ഫുള്ളി എക്വിപ്ഡ്. ഏത് സാഹചര്യം വന്നാലും, അപകട സാഹചര്യം വന്നാലും നമ്മളെ സംരക്ഷിക്കാനായിട്ട് ആൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്ത. അതിനാൽ ഈ ഫെലോ ട്രാവലർ, സഹയാത്രികൻ, നിങ്ങൾക്കറിയാം, യേശു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടി ചേരുകയാണ് ചെയ്തത്. അവരുടെ സംസാരം കേട്ടിട്ട് അവരെന്തോ വിഷമിച്ച് ദുഃഖിച്ചാണ് പോകുന്നത്. എന്താണ് നിങ്ങളുടെ മ്ലാനവദനരായിട്ട് നടക്കുന്നത്? നിങ്ങളുടെ മുഖത്തൊരു പ്രസാദമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് യേശു കൂടെ നടക്കുകയാണ്. എന്നിട്ട് ആണ് അവരോട് കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ ഈ വടിയും ദണ്ണും എന്ന് പറയുമ്പോൾ അത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്, സംരക്ഷണയുടെ ചിഹ്നമാണ്. അപ്പോൾ ഈ ഒരു ഇടയൻ കൂടെയുള്ളത് കൊണ്ട് മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തുമാത്രം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഒരാവശ്യമില്ലാതെ നമ്മൾ ഭയമാണ്. നമുക്ക് അഭിപ്രായം പറയാം, ഭയം. രാത്രി നടക്കാൻ പറയാം, ഇല്ലാത്ത രോഗത്തെക്കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയം, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്ന് വേണ്ട, മനുഷ്യൻ ഭയചകിതനാണ്. നമുക്ക് ഇന്നത്തെ കാര്യം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പാടില്ല. നാളത്തെയും നാളെ കഴിഞ്ഞത്തെയും അല്ലെ 20 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്,
ഏത് മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും, ഏത് പ്രയാസമുള്ള രോഗത്തിൻ്റെയോ വേദനയുടെയോ ഒറ്റപ്പെടുത്തലിൻ്റെയോ എന്ത് സാഹചര്യത്തിലൂടെ ഞാൻ നടന്നാലും ഒരാൾ മാത്രം എന്നെ ഉപേക്ഷിക്കുകയില്ല, കർത്താവ് എൻ്റെ കൂടെ കാണും എന്നുള്ള ഒരു ചിന്ത. അവസാനത്തെ ഉള്ളത്, കർത്താവ് ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇത് ഒരു പ്രതികാരമാണ്. പ്രതികാരം എന്ന് പറയുമ്പോൾ ആ പ്രതികാരം കർത്താവിൻ്റെ ആണ്. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഇത് കഷ്ടിച്ച് വക്ക് വരെയല്ല, അത് കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ കൃപയുടെ സമൃദ്ധിയാണ്. ഈ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വലിയ വിരുന്ന്, ശുൽഹാൻ, അത് സമർത്ഥമായ ഒരു മേശ, ഓവർഫ്ലോയിങ് കപ്പ്, അതെല്ലാം എബൻഡൻസ് കാണിക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയ്ക്ക് അറുതിയില്ല. ദൈവത്തിൻ്റെ നമ്മുടെ ഒരു പരിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥന ഞാൻ ഓർക്കുന്നു. കർത്താവേ, നിൻ്റെ നിരവധിയായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിൻ്റെ സഭയിലും അജഗണത്തിലും ഇടവകയിലും വന്ന് ആവസിച്ച് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. നമ്മൾ പറയുന്നത് നിൻ്റെ സമർത്ഥമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും വന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. അപ്പോൾ ഇവിടെ നിറഞ്ഞൊഴുകുന്ന കപ്പ്, എൻ്റെ പാനപാത്രം എന്ന് പറയുമ്പോൾ ദൈവം പിന്നെയും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പാത്രം പുറത്തു പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുറകെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓവർഫ്ലോയിങ് കപ്പ്. അതുപോലെ ഇത് ഈ ദേവാലയത്തിൽ പോകുമ്പോൾ ഉള്ള ഒരനുഭവമാണ്. ഈ തീർത്ഥാടകൻ്റെ ഫൈനൽ ഗോൾ എന്ന് പറയുമ്പോൾ ദൈവാലയവും അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ ബലിയുമാണ്. അല്ലാതെ ഇത് മറ്റീരിയലായിട്ടുള്ള ഒരു വിരുന്നിൻ്റെയോ അല്ലെങ്കിൽ വീഞ്ഞിൻ്റെയോ സമൃദ്ധിയുടെ കാര്യമല്ല. ദൈവ സാന്നിധ്യത്തിൽ ഒരാൾ അനുഭവിക്കുന്ന വലിയ സന്തോഷമാണ് ഈ വീഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. വീഞ്ഞിൻ്റെ അതിന് ഒരു സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായ അർത്ഥമാണ്. അത് കർത്താവ് കാനായിലെ കല്യാണ വിരുന്നിൽ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ വീഞ്ഞ് കർത്താവ് ഉണ്ടാക്കി. അതുകൊണ്ട് കള്ളുകുടിയന്മാർക്കെല്ലാം കർത്താവ് ലൈസൻസ് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. ഇത് തെറ്റാണ്. അത് ഈ ഭൗതികമായ വീഞ്ഞിൻ്റെ കാര്യമല്ല, അത് ഒരു പ്രതീകാത്മകമായ അർത്ഥത്തിൽ ദൈവ കൃപയുടെ സമൃദ്ധിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർത്താവ് ശത്രുക്കളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം അവസാനിച്ചു എന്ന് ശത്രുക്കൾ കരുതിയിരിക്കുമ്പോൾ ദൈവം എന്നെ മാനിച്ചു. എൻ്റെ കഥ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വീണ്ടും ജീവൻ തന്നു, കൃപ തന്നു. അതിനാൽ ഇത് ഒരു ആത്മീയമായ ഒരു അർത്ഥം അതിനുണ്ട്. ഈ സങ്കീർത്തനത്തിന് ഒരു മിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ചില വിശുദ്ധന്മാരൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലെ മിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരാത്മാവ് ദൈവമായിട്ട് അടുക്കുമ്പോൾ ആദ്യമുള്ളത് പെർഗറ്റീവ് വേ ആണ്. പെർഗറ്റീവ് വേ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പാപങ്ങളിൽ നിന്നും ദുഷിച്ച തഴക്കങ്ങളിൽ നിന്നും ഒക്കെ ഒരാൾ മോചിതനായി ദൈവ സംസർഗത്തിൽ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരാളും പാപത്തിൻ്റെ ഈ കടങ്ങളില്ലാതെ ശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുന്ന ഒരാളുടെ ആദ്യത്തെ സ്റ്റേജ് പെർഗറ്റീവ്, ശുദ്ധീകരണ പാതയാണ്. രണ്ടാമത്തേത് ഇല്ലൂമിനേറ്റീവ് വേ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ധാരാളം ചിന്തകളും പ്രചോദനങ്ങളും ശരിയായ അർത്ഥങ്ങളും ഒക്കെ നൽകി നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന അത്.
മൂന്നാമത്തേത് യൂണിറ്റി വേവ്. ദൈവം നമ്മളെ തന്നിലേക്ക് തന്നെ ആകർഷിച്ച് അടുപ്പിച്ച് നിത്യമായ സന്തോഷത്തിലേക്ക് സ്വീകരിക്കുന്നു. അതാണ് അതിൻ്റെ മിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതൊരു പോയട്രിയാണ്. അപ്പോൾ പോയട്രിയിലെ പ്രധാനപ്പെട്ട സംഗതികൾ സിംബോളിക്കാണ്. എപ്പോഴും രൂപകങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ ഭാഷയിലാണ് പദ്യരചന നടക്കുക. അപ്പോൾ 3 പ്രത്യേകമായ സിംബിൾസ്: ദ ഷെപ്പേർഡ്, ദ ഫെലോ ട്രാവലർ, ദ ഹോസ്റ്റ്. ഈ 3 പ്രതീകങ്ങൾ, ഇടയൻ, സഹയാത്രികൻ, ആതിഥേയൻ എന്നുള്ള 3 പ്രതീകങ്ങൾ ആണ് ഇതിൽ വികസിതമായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? നമ്മളൊക്കെ ആടുകളെപ്പോലെ ബലഹീനരും നഷ്ടധൈര്യരും നിരാശരും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ഭാവിയെക്കുറിച്ച് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാതെ വിഷമിച്ച് നടക്കുന്നവരുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. എത്രയോ ചെറുപ്പക്കാരാണ് ഈ ദിവസങ്ങളിൽ തന്നെ തങ്ങളെ തന്നെ കൊല്ലുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുന്നത്. അത് ഒരു നാശത്തിൻ്റെ വക്കിലാണ് നമ്മുടെ സൊസൈറ്റി തന്നെ ഇല്ലാതാവുകയാണ്. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ വയലൻസിൻ്റെയും ഒക്കെ കഥകളാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആധുനിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് ഒത്തിരി പ്രത്യാശയും ബലവും നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് ചൊല്ലുക, ഇതിൻ്റെ ആത്മീയത ഉൾക്കൊള്ളുക, അതുപോലെ തന്നെ ഈ പ്രത്യാശയുള്ള മനുഷ്യരായിട്ട് നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ ഈ ജൂബിലി വർഷത്തിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്താവിഷയം പ്രത്യാശയിൽ നടക്കുക, കൂടെ നടക്കുക. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശ കൈവിടാതെ കൂടെ നടക്കുക. അത് കഴിഞ്ഞ സിനഡിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ സ്വിൻ ഓദോസ്, കൂടെ വഴിയിൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കൂടെ യാത്രയിൽ. അപ്പോൾ നല്ല പ്രത്യാശയോടുകൂടി മറ്റ് സഹവിശ്വാസികളോടൊപ്പം ഈ പ്രത്യാശയിലേക്ക് നടക്കുക, ആ പ്രത്യാശ കൈവെടിയാതെ നടക്കുക, അത് ഇന്നിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സങ്കീർത്തനം 23 ആഴമായിട്ടുള്ള ഒരു ആത്മീയതയുടെ കണ്ണാടിയാണ്. ഗ്രിഗറി ഓഫ് നീസ എന്ന് പറയുന്ന പിതാവ് പത്രോളജിയ ഗ്രേക്ക 46/692 ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ആഴമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പല പിതാക്കന്മാരും. അതുകൊണ്ട് കുറച്ചുകൂടി ഇത് വായിച്ച് മനസ്സിലാക്കാനും ആഴത്തിൽ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിക്കാം. നമുക്ക് വേറൊരു ക്ലാസ്സിൽ വേറൊരു വിഷയമായിട്ട് വരും. അതിനു മുമ്പായി നിങ്ങൾക്ക് എല്ലാ അഭിവാദനങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.